ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുന്ന തിരക്കിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് ഇപ്പോഴത്തെ ഇറാനിലേക്കുള്ള അമേരിക്കൻ അധിനിവേശത്തിൻ്റെ അവസ്ഥ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ നിലപാടുകൾ കർക്കശമാക്കുകയാണ്. ഇനി ഹോർമ്യൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്കെല്ലാം തന്നെ കൃത്യമായ അനുമതി ആവശ്യമാണ്. അപേക്ഷ നൽകി അനുമതി വാങ്ങിയാൽ മാത്രമേ കടന്നു പോകാൻ സാധിക്കുള്ളൂ എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ 14 നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് ഇറാൻ കൈമാറിയ നിർദ്ദേശങ്ങളിലും ട്രംപ് ഒരു തീരുമാനവും എടുത്തില്ല. ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ വെടിനിർത്തൽ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഏത് നിമിഷവും വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. ഇറാൻ്റെ നിലപാടുകൾ അവർ ഇപ്പോൾ കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇറാൻ്റെ മിസൈൽ ശേഷിയെ ഒരു തരത്തിലും ഈ യുദ്ധം ബാധിച്ചിട്ടില്ലെന്നും 70% മിസൈലുകൾ ഇപ്പോഴും ഇറാൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനു പുറമെ ഇനി ഈ യുദ്ധം ആക്രമണങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള സമ്പുഷ്ട യുറേനിയം ഒരു ആണവായുധത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ഉള്ള പരിശ്രമങ്ങൾ അവർ ആരംഭിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ആണവ യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന് നമ്മൾ ന്യായമായിട്ടും സംശയിക്കേണ്ട അവസ്ഥയാണ്. അതേസമയം തന്നെ യുദ്ധം മൂലം ലോകരാഷ്ട്രങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാകട്ടെ, ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ഇന്ധന പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യതകളും മുന്നിൽ കാണണമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് ഇന്ധന പ്രതിസന്ധി മാത്രമല്ല, മറ്റെല്ലാ രീതിയിലുമുള്ള സാമ്പത്തിക വളർച്ചയെ ഈ യുദ്ധം വളരെ കാര്യമായ രീതിയിൽ തന്നെ ലോകരാഷ്ട്രങ്ങൾ ബാധിക്കുന്നു. പല പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലും അവശ്യ മരുന്നുകളുടെ സ്റ്റോക്ക് തന്നെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇപ്പോൾ കാണുന്നത് കൊടുങ്കാറ്റിന് മുമ്പുള്ളൊരു ശാന്തതയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഈ നില തുടരുകയാണെന്നുണ്ടെങ്കിൽ ആധുനിക ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് ലോകം പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സാമ്പത്തിക തളർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ആണവ യുദ്ധത്തിൻ്റെ സാധ്യത ലോകത്തിലെ എത്ര രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. അത് ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എല്ലാ ചർച്ചകളുടെ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ ചർച്ചകളും പരാജയപ്പെടുന്ന ഘട്ടത്തിൽ ഇനി അടുത്ത നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്ന് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ട്രംപ് ആകട്ടെ സകല അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ചുകൊണ്ട്, സകല അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ലോകം മുഴുവൻ ട്രംപിൻ്റെ ഏകാധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. അത് നമ്മൾ വെനീസിലേക്ക് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്യൂബയുടെ നേരെ ഉപരോധം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു, അടുത്ത തുർക്കിയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ വരുമ്പോൾ ഇത് ലോകം മുഴുവൻ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ പകരാനാണ് സാധ്യതയുള്ളത്. ഇനി വരാനുള്ള കാലം ഏത് രീതിയിലാണ്? ഇപ്പോൾ മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനശേഖരം അല്ലെങ്കിൽ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുറഞ്ഞു വരുന്ന ഇന്ധനശേഖരത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ അമേരിക്ക ആക്രമണങ്ങൾ നടത്തുന്നത്. അതുപോലെ ഈ ഇന്ധന ടാങ്കറുകൾ കത്തിക്കുക, അതുപോലെ തന്നെ ഇന്ധന പാടങ്ങൾ, ഇപ്പോൾ പെട്രോളിയം പാടങ്ങൾ നശിപ്പിക്കുക. ഈ യുദ്ധത്തിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. പാരിസ്ഥിതികമായിട്ട് ലോകം വലിയൊരു നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഉപഭോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാലം വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോസിൽ ഫ്യൂവലുകൾ, അതുപോലെ തന്നെ വ്യാവസായികമായിട്ട് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഇതെല്ലാം ചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ പ്രകൃതിയെ, കടലിനെയും കരയെയും ഒരുപോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ്
കണ്ടമാനം ഉരുകി അതും വലിയൊരു വിനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കടലിലെ വെള്ളത്തിൻ്റെ അളവ് കൂടുക, ഉയരുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ മുകളിലായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധം വന്ന് ചേരുന്നത്. ഈ യുദ്ധം വരുത്തിവെക്കുന്ന പാരിസ്ഥിതിക നാശത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ഹാമർ ബോംബ് ഇടുന്ന സമയത്ത് ആ ബോംബ് വീഴുന്ന സ്ഥലത്ത് നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക മാലിന്യം എത്രയാണെന്ന് നമ്മൾ ഇതുവരെയായിട്ടും കൃത്യമായിട്ട് നമ്മൾ അളന്നിട്ടില്ല. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം മൊത്തത്തിൽ ലോകം മുഴുവൻ വ്യാവസായികശാലകളിൽ നിന്നും അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ്റെ എത്രയോ ഇരട്ടി പൊല്യൂഷൻ ഈ യുദ്ധം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മറ്റൊരു തലത്തിലേക്ക് കൂടി മാറി വരുമ്പോൾ, ഇപ്പോൾ അതൊരു അണവായുധ യുദ്ധത്തിലേക്ക് മാറുമ്പോൾ എന്താണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നുള്ളത് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചൈനയിലേക്ക് ട്രംപ് പോവുകയാണ്. ട്രംപിൻ്റെ കൂടെ ഇലോൺ മസ്ക് തുടങ്ങിയിട്ടുള്ള ധാരാളം വ്യവസായ പ്രമുഖരുമാണ് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോർപ്പറേറ്റ് ഇൻഡസ്ട്രി എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് ലോകത്തിലെ മനുഷ്യരോട് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. അവർ ഒരു തരം യന്ത്രങ്ങൾ പോലെ ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ആസ്തി എത്രത്തോളം കൂടുന്നു എന്നുള്ളത് മാത്രമാണ് മുന്നിൽ കാണുന്നത്. ഇലോൺ മസ്ക് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഗൂഗിളിനൊക്കെ പകരമായിട്ടുള്ള ഒരു സ്ഥാപനം അയാൾ വളർത്തിയെടുക്കുകയാണ്. മൈക്രോസോഫ്റ്റിനെയൊക്കെ തോൽപ്പിക്കാനായിട്ട് അയാൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ പൂർണ്ണമായും പുറന്തള്ളുകയാണ്. മനുഷ്യർക്ക് വേണ്ടിയല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം. അതായത് അതിൽ നിന്നുണ്ടാവുന്ന വരുമാനം മുഴുവനായിട്ട് ഈ ഒരൊറ്റ കോർപ്പറേറ്റ് മുതലാളിക്ക് മാത്രം അവകാശപ്പെട്ടാൽ വേറെ ഒരു തരത്തിലുമുള്ള തൊഴിലവസരങ്ങളോ അതുപോലെ തന്നെ മനുഷ്യർക്ക് ജീവിക്കാനായ സാഹചര്യങ്ങളും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി വരുമ്പോൾ എന്താണ് ഇനി വരാൻ പോകുന്ന ലോകത്തിൻ്റെ ചിത്രം എന്നുള്ളത് തികച്ചും ആശങ്കാജനകമാണ്.